ഒരിക്കലും ജോബ് കിട്ടിയത് ട്രേഡിങ്ങിലോട്ട് ഇറങ്ങുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുക ചെയ്യരുത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇനിഷ്യൽ സ്റ്റേജസിൽ നിങ്ങൾ കുറച്ച് പ്രോഫിറ്റബിൾ ഒക്കെ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ഓക്കെ നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് വരുന്നുണ്ട് എങ്കിൽ പിന്നെ ഇപ്പോൾ ഉള്ള ജോബ് എന്തിനാണ്. പക്ഷേ ഇവിടെ ഒരു റിസ്ക് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറന്റ് ഒരു ജോബിലേക്ക് കയറി അതിന്റെ ഒരു കംഫർട്ടിൽ, അല്ലെങ്കിൽ കംഫർട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മന്ത്ലി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നടന്നു പോകുന്നുണ്ട്, ഫിനാൻഷ്യലി അത്ര ബുദ്ധിമുട്ടില്ല, കാരണം ഫിക്സ് ആയിട്ട് ഇൻകം കിട്ടുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ നിന്നാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അധികം ടെൻഷനോ അല്ലെങ്കിൽ ഒരു ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ വൺസ് നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം പൈസയൊക്കെ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു തോട്ട് പ്രോസസ്സാണ് ഇനിയിപ്പോൾ എന്തിനാണ് ജോബ് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, ക്വിറ്റ് ചെയ്തിട്ട് ഫുൾ ടൈം ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാം. അപ്പോൾ അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങളുണ്ടായിരുന്ന ആ കംഫർട്ട് സോണിൽ നിങ്ങൾ മാറി എന്താണ് ട്രേഡിങ്ങിൽ നിന്നുള്ള ഇൻകം മാത്രമാണ് വീണ്ടും റിലേ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രേഡിങ്ങിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മണി ഫോക്കസ്ഡ് ആയിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു 90% ഓഫ് ആൾ അല്ലെങ്കിൽ 99% ഓഫ് ആൾക്കാരും ഫെയിൽ ആകുന്നതിന്റെ റീസൺ അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഏതൊരു ജോബ് ആയിക്കോട്ടെ, ഈ പറയുന്ന പോലെ ഗവൺമെന്റ് ജോബ് ആവാം, അല്ലെങ്കിൽ നോർമൽ എന്തെങ്കിലും പണികളാവാം, പ്രൈവറ്റ് ജോബ് ആവാം, ഈവൻ ദോ ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ട്രേഡിങ്ങിലും ഫോക്കസ് ചെയ്യുക. അതായത് എപ്പോഴും ഒരു അഡീഷണൽ ഇൻകം സോഴ്സ് ആയിട്ട് മാത്രം ട്രേഡിങ്ങിനെ കാണുക. ഇപ്പോൾ ഈ പുറത്ത് കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പേഴ്സണലി നിങ്ങളിപ്പോൾ എൻ്റെ അക്കൗണ്ട് കാണുമ്പോഴാണെങ്കിലും ഞാൻ പോർട്രേറ്റ് ചെയ്യുന്നത് ഒരു ട്രേഡർ എന്ന രീതിയിലാണ്. പക്ഷേ എൻ്റെ ഇൻകം ട്രേഡിംഗ് മാത്രമല്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാം എനിക്ക് മെന്റർഷിപ്പ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ഇൻകം വരുന്നുണ്ട്. എനിക്ക് ബ്രോക്കർ അഫിലിയേറ്റ്സ് ഉണ്ട്, പ്രോഫോം അഫിലിയേറ്റ്സ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്നൊരു ഇൻകം വരുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് അറിയാത്ത പല ബിസിനസ്സുകൾ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം ട്രേഡ് ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരാളല്ല. അതായത് എൻ്റെ ഇൻകം റിലേ ചെയ്യുന്നത് ട്രേഡിങ്ങിൽ നിന്ന് മാത്രമല്ല. ഞാനിപ്പോൾ 1-2 മാസം ട്രേഡ് ചെയ്തില്ലെങ്കിൽ പോലും പ്രോപ്പറായിട്ട് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകും. എപ്പോഴും ഈ പറയുന്ന പോലെ ഒരു ട്രേഡർ എന്ന് പറയുമ്പോൾ അയാൾക്ക് ട്രേഡിംഗ് ഇൻകം മാത്രമല്ല ഉണ്ടായിരിക്കേണ്ടത്, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ളവർ മാത്രമേ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ചരിത്രമുള്ളൂ. സോ ജോബ് കിട്ടിയതിനെ പറ്റിയോ അല്ലെങ്കിൽ കിട്ടിയ ജോബിന് പോവാതെയോ ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് ഇറങ്ങുന്നതിനെ പറ്റി ആരും ആലോചിക്കേണ്ട. എൻ്റെ സ്റ്റുഡൻസിനോടാണെങ്കിലും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന കംഫർട്ട് സോണിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റസിൽ നിന്ന് ട്രേഡിംഗ് ഇൻക്ലൂഡ് ചെയ്ത് അത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അടുത്തൊരു ലെവലിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കുക. അല്ലാതെ കയ്യിലിരിക്കുന്നത് കളഞ്ഞിട്ട് കിട്ടാത്തതിന് പുറകെ പോകുന്നത് അത്ര ശരിയല്ല.